എന്താ വാഴയിലൊക്കെ പിടിച്ചിട്ടെന്നല്ലേ? ഞങ്ങൾ വാഴയില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വാഴയില വെച്ച റെസിപ്പി എന്താണെന്നുള്ളത് അറിയണം. നമ്മളറിയാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് മണിക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടതാ, ഇതാണ് ഇന്നത്തെ. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ ഞാൻ എടുത്ത് ഇത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആദ്യം പീസാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പാളയംകുടം വാഴയുടെ ഇലയാണ് കേട്ടോ. പാളയംകുടം വാഴയുടെ ഇല ഈ പുറത്തൊക്കെ വല്ല ഇതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം. എന്നിട്ട് ഈ തട അങ്ങോട്ട് കണ്ടിച്ചോളാം. തണ്ട്, തടയല്ല തണ്ട്. നമുക്കിങ്ങനെ അങ്ങോട്ട് ചെത്തി കളയാം. വേണ്ട, ഇത് മാറ്റിക്കളയാം, അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്കിതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിപ്പോൾ താഴെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞെടുക്കാം കേട്ടോ. കാര്യം ഇത് അറിയാൻ ഇച്ചിരി പാടാണ്, അറിയാമല്ലോ. ഇലയാണ്, നാരുകളുണ്ട് നിറയെ. അപ്പോൾ ഈ പാളയംകുടയുടെ ഇല തന്നെ എടുക്കാൻ നോക്കണം. കാരണം നമ്മൾ പാളയംകുടൻ്റെയാണ് എപ്പോഴും ആദ്യം ഇതിൻ്റെ ചുണ്ട്, അതായത് കുടപ്പനാണെങ്കിലും അതുപോലെ തന്നെ പിണ്ടിയാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ആദ്യം എടുക്കുക പാളയംകുടൻ്റെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇലയും പാളയംകുടൻ്റെ തന്നെ എടുക്കായിരിക്കും നല്ലത്. പിന്നെ ഒരു സംശയം കാണാം, ഇതിനൊരു ചവർപ്പ് വരുമോ, എങ്ങനെയാണ് ഇതെന്ന്. ഇത് തോരൻ വയ്ക്കുകയും ചെയ്യാം കേട്ടോ. തോരൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ നമുക്കിങ്ങനെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മൾ അരച്ചെടുത്തത് നന്നായിട്ട് അരിച്ച് ഒഴിക്കണം. ഞാൻ അരിച്ചത് ഒന്നും കൂടെ അരിച്ചൊഴിക്കുകയാണ്. കാരണം നാരുകളാണല്ലോ മുഴുവനും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ അരിച്ചൊഴിച്ചു. നോക്കി എന്താ കളറല്ലേ, നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ഇതൊക്കെയാണത്. നോക്കൂ, ഒരു കളറും ചേർക്കണ്ട. സാധാരണ പച്ച കളറൊക്കെ ചേർത്തിട്ട് അലുവ വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഒരു കളറും ചേർക്കണ്ട. തന്നെയല്ല, വാഴയില നല്ലതുമാണ്. ചിലർക്കൊരു സംശയം ഉണ്ടാവും, വയറിന് വല്ല പ്രശ്നമുണ്ടോ നോക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളൊന്നും ചെയ്ത് ഒരുപാടൊന്നും കഴിക്കണ ഒരു സംഭവമല്ലല്ലോ. അലുവയൊക്കെ ഒരു പീസല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്ര ഇതാണ്. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പം ഈ കപ്പിന് 4 കപ്പ് നമ്മൾ ഈ വാഴയിലയുടെ നീര് എടുത്തിട്ടുണ്ട്. നീരെന്ന് പറയാൻ വെള്ളം കൂടെ ചേർത്തിട്ടാട്ടോ. ഇതിലും ഡാർക്ക് കളർ വേണമെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ കുറച്ച് വാഴയിലയും കൂടെ ചതച്ചെടുക്കാം. പക്ഷേ നമുക്ക് ചെറിയൊരു ചവർപ്പ് കയറി വരും ഒരുപാട് ഇലയായി കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ കേട്ടോ. കോൺഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വാഴയുടെ നീര് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കി വയ്ക്കാം. കുറച്ചൊഴിക്കാം. നമ്മളിത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് ലേശം നെയ്യ് ഒഴിക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കണം ഈ വാഴ നാരിൻ്റെ നീര്, അല്ല വാഴ നീര് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യുണ്ട്, അതിലേക്ക് ആവാൻ ഭാഗത്ത് ഞാനായിട്ട് ചൂടാവുമ്പോൾ അങ്ങോട്ട് ഉരുകി പൊക്കോളും. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്, ഇതിനധികം സമയമൊന്നും വേണ്ട. ഇനി നമ്മുടെ ഈ കലക്കി വെച്ചിട്ടുള്ള, ഞാനിതിങ്ങനെ കലക്കി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാതിരിക്കാനാണ് കേട്ടോ. കുറച്ചെടുത്ത് കലക്കിയെടുത്തേ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് കൈ വിടാതെ ഇളക്കാം കേട്ടോ. കൈ വിടരുത്, കാരണം കോൺഫ്ലോറാണ്, പെട്ടെന്ന് ചൂടായാൽ കട്ട പിടിക്കുന്നൊരു സംഭവമാണ്. തീ കുറച്ചിട്ട് പതുക്കെ ഇതിലിടാനല്ല, അവിടെ വയ്ക്കും. തീ കുറച്ചിട്ടാൽ മതി, പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതെല്ലാം മണിക്കുട്ടിയുടെ വീട്ടിലായിപ്പോയി. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റീലിൻ്റെ ചട്ടുക ഉള്ളതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണേ. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ 1 കപ്പ് കോൺഫ്ലവറിന് 1 കപ്പ് പഞ്ചസാര ഇടും.
നമ്മൾ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അത് മുറുകും തോറും ലേശം നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അലുവ ഇതാ ഇവിടെ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൻ്റെ അറിയാമല്ലോ, അലുവയുടെ ഭാഗം പാത്രത്തിൻ്റെ സൈഡിൽ ഒട്ടാത്ത വിധത്തിൽ വരുമ്പോഴാണ് അലുവ മുറുകി എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കുറച്ച് നമുക്കത് സ്റ്റിക്കി ആയിരിക്കും, പല്ലിൽ കഴിക്കുമ്പം ഒട്ടിപ്പിടിക്കും. അത് നല്ലോണം ഇതായാൽ മാത്രമാണ് അത് മുറുകി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അലുവ ഏകദേശം മുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ചേർക്കും. പിന്നെ നട്ട്സ് ചേർക്കാം കേട്ടോ. കശുവണ്ടിപ്പരിപ്പും പിന്നെ ഞാൻ ചേർത്തത് പിസ്തയുമാണ്. പിസ്തയും കശുവണ്ടിയുമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവിയ ശേഷം നമ്മളിതിലേക്ക് ഈ കൂട്ടൊഴിച്ച് തണുക്കാൻ വയ്ക്കുക. ഓരോന്ന് പതുക്കെ വയ്ക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ടിട്ട്. ഇനി അതിൻ്റെ മീതെ ഞാൻ 2-3 നട്ട്സൊക്കെ ചുമ്മാ ഒരു ഭംഗിക്ക് വിതറുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് തണുപ്പിക്കാൻ വയ്ക്കുക. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. അവിടെ ഇരുന്ന് നന്നായിട്ട് ചൂടാറിയ ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് തട്ടിയെടുക്കുകയാണ് കേട്ടോ. മണിക്കുട്ടിക്ക് അവിടെ അതിന് മുമ്പ് ധൃതിയായി, ഇതിപ്പോൾ തന്നെ എടുക്കണം. ഇതാ ഓക്കെ, നമ്മൾ പ്ലേറ്റ് തട്ടി നോക്കുമ്പോൾ എന്താ കളറല്ലേ, നല്ല ഗ്രീൻ കളറിലുള്ള ഹലുവ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ബായ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.